നമസ്കാരം. സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉടനടി ചില നടപടികൾ സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് പരിശോധനാ യോഗത്തിൽ തീരുമാനമായെങ്കിലും കെ സുധാകരന്റെ നേതൃത്വത്തിൽ അത് വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. അങ്ങനെ ഇന്ന് ഇന്ദിരാഭവനിൽ കെ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗം മാറ്റിവെച്ചു. സുധാകരന് വെച്ചടി നല്ല കയറ്റമാണെന്നാണ് തോന്നുന്നത്. വി.ഡി. സതീശനെ ഒന്നും അറിയിക്കാതെ രഹസ്യമായിട്ടായിരുന്നു സുധാകരന്റെ ഈ യോഗം വിളിച്ചു ചേർക്കൽ. അറിയാലോ, വി.ഡി. സതീശന് അല്ലെങ്കിൽ സുധാകരനോടൊരു ചുരുക്കുള്ള കാര്യം. തന്നെ വിളിക്കാത്ത യോഗം സതീശൻ മിണ്ടാതെ വായും പൂട്ടി ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വി.ഡി. സതീശൻ എന്തായാലും സുധാകരനിട്ട് നല്ലപോലെ പണിതിട്ടുണ്ട്. പാർട്ടിയിലെ മറ്റ് അംഗങ്ങളോടൊന്നും ചോദിക്കാതെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിന് സുധാകരനെതിരെ പരാതി വന്ന സാഹചര്യത്തിലാണ് തൽക്കാലത്തേക്ക് ഒരു യോഗവും വിളിച്ചു ചേർക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. DCC പ്രസിഡന്റുമാരും സംസ്ഥാന ജില്ലാ നേതാക്കളുമാണ് യോഗത്തിൽ പങ്കെടുക്കാനിരുന്നത്. സംഘടനയെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കാര്യങ്ങളും താഴെത്തട്ടിൽ പ്രവർത്തിക്കാത്ത യൂണിറ്റുകളിൽ ചുമതല കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് അടക്കമുള്ളത് കൊണ്ടുവരണമെന്നുള്ളതും പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. സതീശന്റെ പാരയിൽ സുധാകരൻ ചമ്മി. ഇലക്ഷൻ റിസൾട്ട് വന്നാലുടൻ സുധാകരനെ മാറ്റണമെന്ന സാഹചര്യവും ആ സാഹചര്യത്തിൽ സംഘടനാപരമായ നടപടികളും തീരുമാനങ്ങളും പുതിയ നേതൃത്വം കൈക്കൊണ്ടാൽ മതിയെന്നുമാണ് ചില പ്രതിപക്ഷ നേതാക്കൾക്കും മറ്റും കോൺഗ്രസ് ഗ്രൂപ്പുകളുടെയും താല്പര്യം. ഒരു വലിയ ദീർഘനിശ്വാസത്തോടെ ആയിരിക്കും 2 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്ന കെ സുധാകരൻ യോഗം മാറ്റിയതിനെ തുടർന്ന് മടങ്ങിപ്പോയത്. സംഘടനയുടെ അതിദയനീയമായ ദുർബലത, ഫണ്ട് ശേഖരണത്തിൽ ദുരൂഹത തുടങ്ങി സുധാകരനെതിരായ പ്രചാരണം ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ചുമതല തിരികെ നൽകാതിരിക്കാനുള്ള നീക്കം സുധാകരൻ ഒരു പ്രഗത്ഭനായ സൂത്രശാലിയുടെ മികവോടെ അത് പൊളിച്ചെടുക്കുകയായിരുന്നു. ഫണ്ട് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം സതീശൻ ഒരു പദ്ധതി തയ്യാറാക്കി ആസൂത്രിതമായി മെനഞ്ഞെടുത്തതാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്നും സുധാകരൻ മനസ്സിലാക്കി. സതീശന്റെ ചില പകപോക്കൽ സമീപന രീതിയിൽ നല്ല ദേഷ്യം വന്നിട്ടാണ് തനിച്ച് യോഗങ്ങൾ വിളിച്ചതെന്നുമുള്ള ന്യായം സുധാകരൻ പറയുന്നുമുണ്ട്. അതിനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തടയിട്ടിരിക്കുന്നത്. ഇനി സുധാകരന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ളതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ ഭയവിഹ്വലതകൾ കത്തുന്ന അവസ്ഥയിൽ അണികളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്.